ഗൈസ്, ഇന്ന് കാർത്തിക് സൂര്യയുടെ കല്യാണ ദിവസം. പെട്ടെന്നൊരു വ്ളോഗെല്ലാം എടുക്കണമെന്ന് പറഞ്ഞാൽ എടുത്ത് എത്രയേ ഉള്ളൂ. മുണ്ടൊക്കെ ഉണ്ട്, ലാപ്ടോപ്പ്. ഇപ്പോൾ നമ്മൾ പയ്യൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിയില്ല. നമ്മൾ മാരൊക്കെ എൻട്രിയാണ് പ്രതീക്ഷിക്കുന്നത്. സോ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. രാവിലെ 8:30ക്ക് 9 മണിയാകുമ്പോൾ എല്ലാവരും ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ലേറ്റായി. പ്രത്യേകിച്ച് ഞാൻ വിഷ്ണുത്ത് ഒരു കോണ്ടസ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പ്രിയോ ഉണ്ട്. ഇത് ബാക്കി നമ്മളെ വണ്ടി വരും, നോക്കിയാൽ കണ്ടോ. ശരി എന്നാ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ മുതലാളിയുടെ കല്യാണത്തിൽ കൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ജോബുണ്ട്, 2 ജുബായിട്ട് സജ്ജീകരിക്കാം. മണ്ഡപം അധികം കാണിക്കുന്നില്ല, കോൺഫിഡൻഷ്യൽ. കഴിക്കട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങി നിറയുണ്ട്. ഒരു പട പോകുന്നുണ്ട്, ബാക്കിലൊരു പടയുണ്ട്. വണ്ടിക്ക് വെയിറ്റിംഗ്, വണ്ടി വരുന്നേ ഉള്ളൂ. വന്നില്ല. അസാമിന്റെ ചേട്ടൻ വന്നു. ഇതൊക്കെ ഇറങ്ങാത്ത വ്ളോഗിന് ഹൈ തരും. മുതലാളിയുടെ കല്യാണം, മുതലാളിക്ക് കല്യാണം. മുതലാളി ഇറങ്ങി. നമ്മളിനി എങ്ങനെ പോകുമോ എന്തോ. നമ്മൾ പറഞ്ഞ ടിസ്റ്റ് സംഭവം ഇതുവരെ എത്തിയിട്ടില്ല. ഇതിന് നമ്മുടെ വണ്ടി എത്തൂലടാ. വരും എന്നാണ് എൻ്റെ ഒരു ശുഭപ്രതീക്ഷ. അയ്യോ, വന്നില്ലേ 3 എല്ലാരും പോണടാ. എല്ലാരും പോടും. നമുക്കുള്ളൊരു വണ്ടി വന്നിട്ടില്ല. നമ്മളെ വണ്ടി വന്ന് പട്ടിഷോ കാണിക്കാം നമുക്ക്. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാം. മുതലാളി ഇറങ്ങുന്നുണ്ട്, ഇറങ്ങി. കാറുകൾ ഇത്തിരി വിഷയമാണ് കേട്ടോ വന്നത്. ഇതിന് വരട്ടെ, വരണം. അങ്ങനെ റേഞ്ച് റോവർ ഉണ്ട്. ഫ്രണ്ടിലൊരു അടിപൊളി പോള ഉണ്ടായിരുന്നു, നല്ല ട്യൂൺ ചെയ്തൊരു പോള ഉണ്ടായിരുന്നു. പാർട്ടി കണ്ട വണ്ടി അങ്ങ് കിടപ്പുണ്ട്. ഈ പൊട്ടൊക്കെ കുറച്ചേ ഉള്ളൂ. വണ്ടി വരാൻ കിടക്കണ ആ പൊട്ടിയ പൊട്ടൊക്കെ ചെറുതാ. അവസാനം കാർത്തിക് അച്ഛനും പോവാണ്. സ്റ്റിൽ നമ്മളിവിടെ നിൽക്കുവാണ്. ഹരിബ്ര പോണ്. മൊത്തം ബ്ലോക്ക്. ഇതിന് വരുവോടാവേ? വരണല്ലേ? ഒരു മുഴക്കം എനിക്ക് ദൂരെ നിന്ന് കേൾക്കാം. ആണല്ലേ? ഒരു 1.5 രാജകീയ വരവായിരിക്കും. അങ്ങനെ AC ഓഫാക്കി. ഓക്കെ ബൈ. ലാപ്ടോപ്പ് ഒന്ന് നമ്മളവിടെ കവർ ചെയ്ത് കുറഞ്ഞു കഴിഞ്ഞ് തീർന്ന്. വീണ്ടും It's okay. നമ്മൾ പൊട്ടിക്കുന്നത് അവള് നോക്കി ചിരിക്കുന്നത്. നമ്മൾ പട്ടിച്ചു പൊളിച്ചറ. നമ്മൾ ഇതാണ് ആഗ്രഹിച്ചത്. ചെറിയ ക്രൗഡേ ഉള്ളൂ, റഷ്യയില്ല. ഞങ്ങളുടെ എൻട്രി ഉണ്ടായിരുന്നു. ആരും കണ്ടില്ല. ഒന്ന് പൊട്ടിച്ചിരുന്നെങ്കിൽ എല്ലാരും തിരിച്ചു നോക്കിയത്.
അവൻ പൊട്ടിച്ചില്ല എന്ത് പറയാ ചെറിയ കൂടെ ആ വണ്ടി പാർക്ക് ചെയ്യണവരെ ആ വണ്ടിക്ക് എത്തിരുന്നു എൻട്രി ചെയ്ത് ആ വണ്ടി മൂലി കൊണ്ടിട്ടോ എന്റെ പിണ്ടടയോ നിക്കര് എന്നോട് ഈ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടാ. അപ്പം നിവിൻ ബ്രോയും മഞ്ജിജി അവരെല്ലാവരും ഞാൻ അവരെ കൂടെ വന്ന് വണ്ടി ഏതാന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ശരീരം വന്നപ്പോഴത്തേക്ക് തീർന്നു. ഇപ്പൊ മറ്റേവരൊക്കെ ഒന്നല്ല കണ്ട അവരെല്ലാരും കയറ്റിടാ മിക്കവാറും ഞാൻ അവിടെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നാ. എന്നതാണ് ഇത് ഇങ്ങനെ ഒന്ന് പൊതിയുന്നു. അവരിപ്പോ എന്താ പണ്ടാത്തി കയറി കാണാം. തിരക്ക് കൂടി ഇപ്പൊ തിരക്ക് വരിക കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാണാമോ? കാണാൻ പറ്റുമെന്ന് നമ്മളോട് കാര്യമുണ്ട്. എല്ലാ ധൈര്യം ഏതോ തണ്ടി പാട്ടിട്ട് നശിപ്പിക്കണം. പഠിക്കുന്ന രണ്ടുപേര് സസ്പെൻസ്. ഓ ഇവര് പെണ്ണു വീട്ടുകാരായിരുന്നല്ലേ. ഓ മൈ ഗോഡ്. കാർത്തിയോട് സിംഗിൾ ലൈഫിൽ നിന്നാണ് വിംഗിൾ ലൈഫിലേക്ക് പറയുക. ഹാപ്പി മാരീഡ് ലൈഫ് മലയാളി. ഹായ് മലയാളി. അയ്യോ എന്താ സന്തോഷം, നല്ല സന്തോഷം ഉണ്ടല്ലോ മലയാളത്ത്. മലയാളം നല്ല സന്തോഷമുണ്ട്. മലയാളി ഹാപ്പിയാണ്. കഴിഞ്ഞ് അകത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ നല്ല ചൂട് എല്ലാവരുടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സെലിബ്രിറ്റീസ് ലൈക്ക് പേര് പുറത്തില്ല, ആ വിപിൻ ജോർജ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. പിന്നെ നമ്മളെ സെലിബ്രിറ്റി നാരായണൻകുട്ടി. കുറച്ച് ബ്രേക്ക് എടുക്കുന്നു. അകത്ത് ഭയങ്കര ചൂട് ഉള്ളൂ. എന്താ ബ്ലോഗിൽ കണ്ടിട്ടുണ്ട്. എല്ലാ കമ്മാണ് മച്ചാന്റെ മുമ്പിൽ പോയിട്ട് പൊട്ടിട്ട് പൊട്ടിക്കണേ. മച്ചാൻ എന്തിനു കാണിക്കുന്നില്ലേ? എല്ലാം കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് നമ്മൾ സദ്യയ്ക്കാൻ വന്നിരിക്കാം. സദ്യയ്ക്കാൻ എക്സൈറ്റഡ് ആണോടാ ജോബി? സദ്യയ്ക്കാൻ എക്സൈറ്റഡ് ആണോടാ? മുതലാളിയുടെ കല്യാണത്തിന്റെ ആദ്യത്തെ സദ്യ. അതെന്തായിരിക്കും ലിപ്സ്റ്റിക് വായ്പ വയറിളക്കം ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ജോബി ഗിഫ്റ്റുകളെ? ഇതിന് ഗിഫ്റ്റുകളൊക്കെ അരധികം എടുത്തോന്ന് തോന്നുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്നു. ചായ കട്ടം കുടിച്ചു. ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഓപ്പോസിറ്റ്. കണ്ണൊന്നും വയ്യ. ഒരു സദ്യ കഴിച്ച് 3 പായസം കൂടെ കഴിച്ചപ്പോ ഞാൻ എന്തോ ഓട്ടോ ഓടി നിരത്ത് നിന്നിട്ടുണ്ടേ. ഇതൊന്നുമില്ല. ഇനിയിപ്പോ ബാക്കി വർക്ക് ചെയ്യണം. ഇപ്പം തീർക്കണം. വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ടുള്ള കല്യാണ വീഡിയോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇവൻ്റെ ഒന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഇതിലോട്ട് കുത്തി കയറ്റിയാൽ എടുക്കണം. സമയം കിട്ടിയില്ല. ഓട്ടോ ഇല്ല. ഞാൻ തന്നെ ബ്ലോഗ് എടുത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്നൊക്കെ എടുത്ത് നിൽക്കൊരു അറിയാൻ പറ്റില്ല. എവിടെയൊക്കെ എടുത്ത് ഓട്ടത്തോട് ഓട്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. ആ സാധനം ഉണ്ടായിരുന്നു. എന്തായാലും ശരി. ഇത്രയൊക്കെ ഉള്ള ഡോക്യുമെൻ്ററി. ഒരു ബൈ. സീ സൂൺ.